and its conservation. Recording in progress. Hi, welcome everyone. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ ആണ്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഈ വേൾഡിലുള്ള എല്ലാ ഓർഗാനിസത്തിനും കൂടിയിട്ട് പറയുന്നതാണ് ബയോഡൈവേഴ്സിറ്റി. ഈ വേൾഡിലുള്ള എല്ലാ ഓർഗാനിസത്തിനും പ്ലാന്റ്സ്, എനിമൽസ് അങ്ങനെ എല്ലാ ഓർഗാനിസത്തിനും കൂടിയിട്ട് പറയുന്നതാണ് ബയോഡൈവേഴ്സിറ്റി. ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നേച്ചറിലുള്ള ഒരു പാർട്ടാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഒരു സ്പീഷീസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീഷീസ് മാത്രമല്ല. ഇപ്പൊ ഒരു സ്പീഷീസ് നമ്മുടെ ഹോമോസാപ്പിയൻസ് നമ്മളൊരു സ്പീഷീസ് ആണ്, പക്ഷെ നമ്മളെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ട്. കാരണം അതിൽ ഡിഫറെന്റ് ജീൻസ് ഉള്ളതുകൊണ്ടാണ്. അതും കൂടി ബയോഡൈവേഴ്സിറ്റിയിൽ ഉൾപ്പെടുത്തും. പിന്നെ വെറൈറ്റീസ്, സ്പീഷീസ് റിച്ച്നെസ്, പിന്നെ ഒരു ലൊക്കാലിറ്റിയിലുള്ള സ്പീഷീസിന്റെ ഡിഫറൻസ് മാത്രമല്ല, ഒരു സ്പേസിൽ, ഒരു ചെറിയ സ്പേസിലുള്ള സ്പീഷീസ് മാത്രമല്ല, ഒരു ലൊക്കാലിറ്റി മാത്രമല്ല, ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു കൺട്രി മാത്രമല്ല, ഈ വേൾഡിലുള്ള എല്ലാ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീഷീസിനെയും കൂടിയിട്ടാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഇക്കോസിസ്റ്റംസ് എന്ന് പറയുന്നത് ബോത്ത് എക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ ഹാബിറ്റൈറ്റ് ഉണ്ടായിരിക്കും. അക്വാട്ടിക് മാത്രമല്ല, ടെറസ്ട്രിയൽ, അക്വാട്ടിക്കും എല്ലാ ഇക്കോസിസ്റ്റത്തിലും ഉള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീഷീസിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്തത് എഡ്വേർഡ്സ് ഒ വിൽസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. ഈ പേര് ഇമ്പോർട്ടന്റ് ആണ്, ഇത് എക്സാമിനൊക്കെ ചോദിച്ചേക്കാം. എഡ്വേർഡ് ഒ വിൽസൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോണത് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ്. അപ്പൊ ഇതിൽ 3 ലെവൽസ് ആണുള്ളത്: ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഓക്കെ, ഇനി ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പീഷീസിലാണ് നമ്മൾ പറഞ്ഞു, ഒരു സിംഗിൾ സ്പീഷീസ് ആണെങ്കിൽ കൂടിയും അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും. കാരണം അതിൽ ഡിഫറെന്റ് ജീൻ വെറൈറ്റീസ് ഉള്ളതുകൊണ്ടാണ് വരുന്നത്. അതിനെയാണ് നമ്മൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു സ്പീഷീസ് പ്ലാന്റ് ആണ് റുവോൾഫിയ വൊമിറ്റോറിയ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ജനറ്റിക് വേരിയേഷൻ ഉള്ളത് കൊണ്ട് അതിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു കെമിക്കലാണ് റിസെപ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കെമിക്കല്. ഈ കെമിക്കലിന്റെ ആക്ടിവിറ്റീസ്, അതിന്റെ കോൺസെൻട്രേഷനും പൊട്ടൻസും എന്തെങ്കിലും ചേഞ്ച് ചെയ്യും, കാരണം അതിന്റെ ജനറ്റിക് വേരിയേഷൻ കാരണം കൊണ്ട്. പിന്നെ വേറെ ഒരു എക്സാമ്പിൾ ആണ് ഡിഫറെന്റ് ജനറ്റിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള റൈസ് വെറൈറ്റീസ് ഉണ്ടായിരിക്കും. 15,000 ജനറ്റിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള റൈസ് വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ 1000 വെറൈറ്റീസ് ഓഫ് മാംഗോ ഉണ്ട്. നമുക്കറിയാം പലതരത്തിലുള്ള മാംഗോസും റൈസസും ഒക്കെ ഉണ്ട്. അതാണ് പറയുന്നത്, ഒരു സ്പീഷീസ് ആണെങ്കിൽ കൂടിയും അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും. അതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയേണ്ടതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു ടൈപ്പ് ഓഫ് സ്പീഷീസിലാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, അതാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീഷീസ് ആണ് പറയുന്നത്. അപ്പോൾ ഒരു വെസ്റ്റേൺ ഗട്ട്സിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആംഫീബിയൻ സ്പീഷീസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫ്രോഗ് സ്പീഷീസ് ഉണ്ടായിരിക്കും. പിന്നെ വെസ്റ്റേൺ ഗട്ട്സിലാണ് ഏറ്റവും കൂടുതൽ ആംഫീബിയൻ സ്പീഷീസ് കാണുക, വെസ്റ്റേൺ ഗട്ട്സിനേക്കാൾ. ഇനി ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹാബിറ്റൈറ്റ്. ഇപ്പൊ ചിലപ്പോൾ ഡെസേർട്ട്, റെയിൻ ഫോറസ്റ്റ്. അപ്പൊ ഡെസേർട്ടിൽ കാണുന്ന എനിമൽസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് റെയിൻ ഫോറസ്റ്റിൽ കാണില്ല. റെയിൻ ഫോറസ്റ്റിൽ കാണുന്ന പ്ലാന്റ്സ്, എനിമൽസ് മാംഗ്രൂവ്സിൽ കാണില്ല, കോറൽ റീഫിൽ കാണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പവിഴപ്പുറ്റുകൾ അങ്ങനെ. പിന്നെ വെറ്റ്ലാൻഡ്സ്, ഇതിലൊന്നും ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്കോളജിക്കൽ അല്ലെങ്കിൽ ഇക്കോസിസ്റ്റംസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. പാറ്റേൺസിൽ 2 ടൈപ്പ് ഉണ്ട്. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ് ഉണ്ട്, പിന്നെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഉണ്ട്. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ പ്ലാന്റ്സ് ആൻഡ് എനിമൽസിനെ ഒരു വേൾഡിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്, ഈ ബയോഡൈവേഴ്സിറ്റി വേൾഡിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതാണ് പാറ്റേൺസ് ഓഫ് ഡൈവേഴ്സിറ്റി. ഓക്കെ, ഇനി
ഞാനിപ്പോ ഇവിടെ ഒരു എർത്ത് വരയ്ക്കാൻ പോണം. ഒരു സ്പിയർ അല്ലേ നമ്മുടെ എർത്ത് എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയാലോ. അപ്പൊ അത് എർത്താന്ന് വിചാരിക്കുക. ഇതില് സെൻട്രലായിട്ട് നമുക്കറിയാം 0 ഡിഗ്രി ഇക്വേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീജിയൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നോർത്ത് പോൾ ഉണ്ട്, ഇവിടെ നോർത്ത് പോൾ ഉണ്ട്, ഇവിടെ സൗത്ത് പോൾ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മുടെ ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വേറ്ററിന്റെ ഒരു 23.5 ഡിഗ്രി 23.5 ഡിഗ്രി എന്ത് വരും? ട്രോപ്പിക്കൽ റീജിയൻ എന്നാണ് നമ്മൾ ഇതിന് പറയാം. ഒരു ലാറ്റിറ്റ്യൂണൽ ലൈൻ വരും, അതിന് നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻ എന്നാണ് വരിക. ഓക്കെ, ട്രോപ്പിക്കൽ റീജിയൻ മനസ്സിലാക്കുക. അതുപോലെ അടിയിലും വരും ട്രോപ്പിക്കൽ റീജിയൻ 23.5 ഡിഗ്രി ഇക്വേറ്ററിന് കുറച്ച് നീങ്ങിയിട്ട് ട്രോപ്പിക്കൽ റീജിയൻ വരും. അത് കഴിഞ്ഞാൽ ഒരു ലൈനും കൂടിയും വരും, ഇതിന് നമ്മൾ ടെമ്പറേറ്റ് റീജിയൻ എന്നാണ് പറയാ. ടെമ്പറേറ്റ് റീജിയൻ. ഓക്കെ, ഇവിടെയും വരും ടെമ്പറേറ്റ് റീജിയൻ. ഈ ഇക്വേറ്ററിന് നോർത്ത് പോളിക്ക് പോകും തോറും എന്താണ്? ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരികയാണ്. ഇക്വേറ്ററിലാണ് ബയോഡൈവേഴ്സിറ്റി കൂടുതൽ ഉണ്ടാവുക, സെന്ററിലാണ് ബയോഡൈവേഴ്സിറ്റി കൂടുതൽ ഉണ്ടാവുക. ഇക്വേറ്ററിൽ എന്ന് പറയുന്നത് കൊളംബിയ ഒക്കെ വരുന്ന രാജ്യങ്ങളാണ് ഇക്വേറ്ററിൽ വരുന്നത്. അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി കാണാം. അവിടുന്ന് നോർത്ത് പോളിക്ക് പോകുന്തോറും ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഇക്വേറ്ററിന് സൗത്ത് പോളിക്ക് വരും തോറും എന്താണ്? ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പൊ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി കാണുക ഇക്വേറ്ററിലാണ്, പിന്നെ കാണുക ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണ്, അതിനും കുറച്ച് കാണുക ടെമ്പറേറ്റിലാണ്. നോർത്ത് പോളിലും സൗത്ത് പോളിലും അധികം ബയോഡൈവേഴ്സിറ്റി കാണില്ല, കുറച്ചേ കാണുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇനി ഇക്വേറ്ററില് നമ്മൾ പറഞ്ഞ കുറെ ഹൈ ലെവൽ ആയിട്ടുള്ള മോർ ബയോഡൈവേഴ്സിറ്റി കാണാൻ ഇക്വേറ്ററിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. നോർത്തിക്ക് പോകും തോറും അല്ലെങ്കിൽ സൗത്തിക്ക് പോകും തോറും എന്താണ്? ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുക. പിന്നെ ഇക്വേറ്ററിൽ നമ്മൾ പറഞ്ഞു കൊളംബിയ പോലത്തെ രാജ്യങ്ങളാണ് വരിക. ഓക്കെ, കൊളംബിയ പോലത്തെ രാജ്യങ്ങളാണ് വരിക. അപ്പൊ അവിടെ വരുന്ന സ്പീഷീസ് 140 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആണ് അവിടെ ഉണ്ടാവും. 140 സ്പീഷീസ് ഓഫ് ബേർഡ്സ്. പിന്നെ ട്രോപ്പിക്കൽക്ക് വരുമ്പോ അത് കുറച്ചും കൂടി കുറഞ്ഞു. അവിടെ ഇന്ത്യ ഒക്കെ വരുന്നതാണ് ട്രോപ്പിക്കൽ റീജിയനില്. അപ്പൊ അവിടെ വരുമ്പോ 200 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആണ് അവിടെ കാണാൻ. മറ്റേല് 400 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആണ് കൊളംബിയ ഇക്വേറ്റർ റീജിയനിൽ കണ്ടത്. ട്രോപ്പിക്കൽ റീജിയനിൽ വരുമ്പോൾ കുറച്ചും കൂടി കുറഞ്ഞു, 200 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആണ് വരിക. പിന്നെ ടെമ്പറേറ്റ് സോണിക്ക് പോകും തോറും കുറച്ചും കൂടി നല്ല കുറഞ്ഞു, 105 സ്പീഷീസ് ആണ് ടെമ്പറേറ്റ് റീജിയനിലുള്ള ന്യൂയോർക്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ നോർത്ത് പോളി അല്ലെങ്കിൽ സൗത്ത് പോളിക്ക് പോകും തോറും ഗ്രീൻ ലാൻഡ്സ് ഒക്കെ വരും. അവിടെ 56 എന്താണ് സ്പീഷീസിനെയാണ് നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത്. 56 സ്പീഷീസ്. ഓക്കെ, ഇനി ഇപ്പൊ ട്രോപ്പിക്കൽ റീജിയനിലാണ് നമ്മുടെ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കുക, സൗത്ത് അമേരിക്ക. അവിടെയാണ് ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി, എർത്തിലാണ് ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി കാണുക, നമ്മുടെ ട്രോപ്പിക്കൽ ആമസോണൽ റെയിൻ ഫോറസ്റ്റിലാണ് കാണുക. ഓക്കെ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സൺലൈറ്റ് ഒക്കെ നന്നായി വരുന്നതാണ്. സൺലൈറ്റ് നന്നായി വരുമ്പോൾ ഫോട്ടോസിന്തസിസ് കൂടും. സൺലൈറ്റ് നന്നായി വരുമ്പോൾ ഫോട്ടോസിന്തസിസ് കൂടും. ഫോട്ടോസിന്തസിസ് കൂടുമ്പോൾ പ്ലാന്റ്സിന്റെ പ്രൊഡക്ടിവിറ്റി കൂടും. അങ്ങനെ പ്ലാന്റ്സ് എന്തായിരിക്കും? അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് മാറും. അങ്ങനെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സും സെക്കൻഡറി കൺസ്യൂമേഴ്സും ടേഴ്സറി കൺസ്യൂമേഴ്സ് ഒക്കെ വരും. അങ്ങനെ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടി അങ്ങനെ ബയോഡൈവേഴ്സിറ്റി കൂടാണ് ചെയ്യുന്നത്. അപ്പൊ സൺലൈറ്റ് നന്നായി അടിക്കുന്നതുകൊണ്ടാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ എന്താണ് ഇത്തരം ബയോഡൈവേഴ്സിറ്റി എർത്തിൽ കൂടാൻ കാരണം. അതുപോലെ തന്നെ വേറൊരു കാരണം ആമസോൺ റെയിൻ ഫോറസ്റ്റിലെ എന്താണ് എൻവയോൺമെന്റൽ ലെസ് സീസൺ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എൻവയോൺമെന്റ് അധികം സീസൺസ് കാണിക്കില്ല, അധികം ഉണ്ടാവില്ല, ചേഞ്ച് ചെയ്യില്ല, വേരിയേഷൻസ് ഒന്നും ഉണ്ടാവില്ല എൻവയോൺമെന്റിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്ന എൻവയോൺമെന്റ് ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോ നമ്മുടെ നോർത്ത് പോളിൽ അല്ലെങ്കിൽ സൗത്ത് പോളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ 6 മന്ത് അവർക്ക് നൈറ്റും 6 മന്ത് ഡേയും ആയിട്ടാണ് വരിക. അത്രയും
എൻവയോൺമെന്റൽ എന്താണ് സീസണൽ വേരിയേഷൻസ് ഉണ്ട്. പക്ഷെ ആമസോൺ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലെ അത്രയ്ക്കും എൻവയോൺമെന്റൽ സീസണൽ വേരിയേഷൻസ് ഉണ്ടായിരിക്കില്ല. അതാണ് അവിടെ ഇത്രയും അധികം ബയോഡൈവേഴ്സിറ്റി കൂടാൻ കാരണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കേരളമൊക്കെ വരുമ്പോൾ ബയോഡൈവേഴ്സിറ്റി കൂടുതലാണ്. കാരണം നമുക്ക് അങ്ങനെ എൻവയോൺമെന്റ് ലെസ് സീസൺ ആണ്, അധികം വേരിയേഷൻസ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സ്റ്റേബിൾ ആയിട്ടിരിക്കാനും ബയോഡൈവേഴ്സിറ്റി കൂടാനും കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇതാണ് പറയേണ്ടത്. പിന്നെ ആമസോൺ റെയിൻ ഫോറസ്റ്റിലെ എന്താണ് 40 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആണുള്ളത്. 40 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സും 3000 എന്താണ് ഫിഷസും 300 ഓഫ് ബേർഡ്സും 427 മെമ്മാലസും അതുപോലെ തന്നെ സെയിം എന്താണ് നമ്പർ തന്നെയാണ് 427 ആംഫിബിയൻസും മെമ്മാലസും സെയിം ആയിട്ടുള്ള നമ്പർ തന്നെയായിരിക്കും വരിക. പിന്നെ 378 റെപ്റ്റൈൽസ്, ഇപ്പൊ നമുക്ക് ആനക്കോണ്ട ഒക്കെ പോലെയുള്ള സ്നേക്സ് ഒക്കെ ആമസോൺസിൽ ഉണ്ടെന്ന് അറിയാം. അങ്ങനെയുള്ള വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ഉണ്ട്. റെപ്റ്റൈൽസ് 378 വെറൈറ്റി ഓഫ് സ്പീഷീസ് ഓഫ് റെപ്റ്റൈൽസ് ആണ് അവിടെ ഉള്ളത്. പിന്നെ 1 ലാഖിനെക്കാട്ട് കൂടുതലായിട്ടുള്ള ഇൻവെർട്ടിബ്രേറ്റ്സും ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ലാറ്റിറ്റ്യൂണൽ ഗ്രേഡിയൻസിൽ പറയുന്നത് ഒരു സ്പിയർ. എർത്തിൽ തന്നെ നമ്മൾ ഇക്വേറ്റർ പറഞ്ഞു, അതുപോലെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് പറഞ്ഞു, ടെമ്പറേറ്റ് സോൺ പറഞ്ഞു, നോർത്ത് ആൻഡ് സൗത്ത്. ഇക്വേറ്ററിലാണ് ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി കാണിക്കുക. അതിനും കുറഞ്ഞാണ് പിന്നെ നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് പറഞ്ഞ റീജിയനിലേക്ക് എത്തുക. ട്രോപ്പിക്കലിൽ പിന്നെയും കുറച്ചും കൂടി ഉണ്ടാവും. ഇക്വേറ്ററിൽ 400 ആണ് ഉണ്ടാവുക, ട്രോപ്പിക്കലിൽ 200 ഉണ്ടാവും. പിന്നെ ടെമ്പറേറ്റ് റീജിയനിൽ 105 സ്പീഷീസ്, പിന്നെ സൗത്ത് പോൾ നോർത്ത് പോൾ നോക്കുമ്പോൾ 56 ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂണൽ ഗ്രേഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പോണതാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. ഇതും പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ വരുന്ന രണ്ടാമത്തെ ഒരു ഇതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ പറയുന്നത് ഏരിയയുടെയും സ്പീഷീസ് റിച്ച്നെസ്. ഏരിയ കൂടുന്നതനുസരിച്ച് സ്പീഷീസിന്റെ റിച്ച്നെസ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് സ്പീഷീസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നോക്കുക, നമ്മുടെ വീട്ടിലാണ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻസ് ഉണ്ട്, അതുപോലെ തന്നെ വേറെയും കുറെ ആൾക്കാരൊക്കെ വരില്ല. ഇപ്പൊ കോക്രോച്ച്, പെരി പ്ലാനറ്റ് അമേരിക്കന, പിന്നെ സ്നേക്ക് ഒക്കെ ചിലപ്പോ ചിലവരുടെ വീട്ടിലേക്കൊക്കെ വരാം. അതുപോലെ തന്നെ പല ഇപ്പൊ എന്താ പറയാ, അങ്ങനെ ഇപ്പൊ കാറ്റ് ഉള്ള വീടാണെങ്കിൽ കാറ്റ്, ഡോഗ്സ്, അങ്ങനെ കുറച്ച് സ്പീഷീസ് ഉള്ള നമ്മുടെ ഹൗസിൽ. ഇപ്പൊ ഹൗസ് വിട്ട് ഒരു ഡിസ്ട്രിക്റ്റ് പോവാണെങ്കിൽ കുറച്ചും കൂടി എന്താണ് ഇക്കോസിസ്റ്റം ഒന്ന് വലുതായി. അപ്പൊ കുറച്ചും കൂടി എന്താണ് സ്പീഷീസ് റിച്ച്നെസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീഷീസ് കുറച്ചും കൂടി കൂടും. ഇനി നമ്മള് ഡിസ്ട്രിക്റ്റ് വിട്ട് സ്റ്റേറ്റിക്ക് പോകുമ്പോ എന്താണ് അവിടെ നല്ല സ്പീഷീസ് റിച്ച്നെസ് ഉണ്ടായിരിക്കും. നമുക്കറിയാം കുറെ ഇക്കോസിസ്റ്റംസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്വാട്ടിക്, ടെറസ്ട്രിയൽ, മാംഗ്രൂവ്സ്, റെയിൻ ഫോറസ്റ്റ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇക്കോസിസ്റ്റംസ് ഉണ്ട്. അവിടെ ഹാബിറ്റേറ്റ് ഉണ്ട്. അവിടെയൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീഷീസ് വരും, കുറെ സ്പീഷീസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവര് പറയുന്നത്, ഇവിടെ ഒരു സയന്റിസ്റ്റ് ഉണ്ട്, ഇവിടെ അലക്സാണ്ടർ വോൺ ഹുംബോൾട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് പറഞ്ഞത്, ഏരിയ കൂടുന്നതനുസരിച്ച് സ്പീഷീസിന്റെ റിച്ച്നെസ്സും കൂടും. അപ്പൊ ആള് ഒരു ഗ്രാഫ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഒരു നീല നിറത്തിൽ കാണുന്ന ഒരു ഗ്രാഫില്, അതിനെയാണ് നമ്മള് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയും. ആ ഗ്രാഫിനെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ കൂടുന്നതനുസരിച്ച് സ്പീഷീസ് കൂടുന്നതിനെ ഇതിനെയാണ് അങ്ങനെ വരയ്ക്കുന്നത്. അപ്പൊ അതിനെ നമ്മള് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയും. അപ്പൊ അതിലൊരു ഇക്വേഷൻ ഉണ്ട്, അത് പഠിക്കണം, അത് എക്സാമിന് വരും. അതെങ്ങനെ ഡിറൈവ് ചെയ്യണമെന്നൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ആ ഇക്വേഷൻ എന്താ നമ്മൾ പഠിക്കുക, സ്പീഷീസ് റിച്ച്നെസ് ആണ് എസ് ഇസ് ഈക്വൽ ടു CAZ. ഓക്കെ,
സി എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ്, എസ് സ്പീഷീസ് റിച്ച്നെസ്, എ എന്ന് പറയുന്നത് ഏരിയ, സെഡ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ലൈൻ ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ലോഗ് അരിത്തമാറ്റിക് ഇക്വേഷനിലാണ്. അതുകൊണ്ടാണ് അവിടെ സ്ട്രെയിറ്റ് ലൈന് റെഡ് വരച്ചിട്ട് ലോഗ് അരിത്തമാറ്റിക് ഇക്വേഷൻ കൊടുത്തേക്കുന്നത്. അപ്പൊ ലോഗ് അരിത്തമാറ്റിക് ഇക്വേഷൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ സ്പീഷീസ് റിച്ച്നെസ് ഇസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെറ്റ് ലോഗ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇതെല്ലാവരും പഠിച്ചു വയ്ക്കും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് എന്താണ്, ഏരിയ കൂടുന്തോറും സ്പീഷീസിന്റെ റിച്ച്നെസ്സും കൂടും. ഓക്കെ, അവിടെ സ്പീഷീസ് വെറൈറ്റി എന്ന് പറയുന്നത് ആൻജിയോസ്പെർം, പ്ലാന്റ്സ്, ബേർഡ്സ്, ബാറ്റ്സ് അങ്ങനെ എല്ലാ സ്പീഷീസും ഓക്കെ ഫ്രഷ് വാട്ടർ ഫിഷസ് ഒക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തും. ഇതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടാണ് പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ആദ്യത്തെ നമ്മൾ പറഞ്ഞു എന്താണ്, ലാറ്റിറ്റ്യൂണൽ ഗ്രേഡിയൻസ്. ലാറ്റിറ്റ്യൂണൽ ഗ്രേഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി നമ്മൾ പറയാം, സ്പിയർ ലൈക്ക് ആണ് നമ്മുടെ എർത്ത് ഇരിക്കുന്നത്. അപ്പൊ എർത്തില് സെൻട്രലില് ഇക്വേറ്റർ കാണും, അത് കഴിഞ്ഞിട്ട് ട്രോപ്പിക്കൽ റീജിയൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ടെമ്പറേറ്റ് സോൺ ഉണ്ട്, അത് കഴിഞ്ഞ പിന്നെ നോർത്ത് പോളും സൗത്ത് പോളും. ഇക്വേറ്റർ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി കാണുക. നോർത്തിലും സൗത്തിലും എന്താണ് ഏറ്റവും കുറവായിരിക്കും കാണുക, കാരണം അവിടെ സീസണൽ വേരിയേഷൻസ് കൂടുതലുണ്ട്. ഇക്വേറ്ററിലും ട്രോപ്പിക്കലിലും സീസണൽ വേരിയേഷൻ ലെസ് ആണ്. അതുപോലെ തന്നെ അവിടെ എന്താണ് പ്രൊഡക്ടിവിറ്റിയും കൂടും, സൺലൈറ്റ് നന്നായിട്ട് വരും ചെയ്യും. അപ്പൊ അവിടെ നല്ല എന്താണ് ബയോഡൈവേഴ്സിറ്റി കൂടാനുള്ള കാരണമുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ്. ഓക്കെ, ഇനി പറയുന്നതാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. അത് നമ്മൾ പറഞ്ഞു, നമ്മുടെ അലക്സാണ്ടർ വോൺ ഹുംബോൾട്ട് പറയണ പോലെ തന്നെ ഏരിയ കൂടുന്തോറും സ്പീഷീസിന്റെ റിച്ച്നെസ്സും കൂടും. ഇതാണ് നമ്മൾ പറയാ. ഇക്വേഷൻ പഠിക്കുക, രണ്ട് ഇക്വേഷനും പഠിക്കണം. റെക്ടാങ്കുലർ ഹൈപ്പർബോളയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, എസ് ഇസ് ഈക്വൽ ടു സി എ സെഡും, അതുപോലെ തന്നെ ലോഗ് അരിത്തമാറ്റിക് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനും ഉണ്ട്. അതിന് നമ്മൾ ലോഗ് എസ് ഇസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ എന്ന് പറയും. ഇനി നമ്മൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ്. ഓക്കെ, ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ കുറച്ച് ഇമ്പോർട്ടൻസ് നമുക്ക് പറയാം. മോറൽ റീസൺസ്. മോറൽ റീസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാധാന്യം. ഇപ്പൊ ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വന്യജീവികൾ, വൈൽഡ് ലൈഫ് ആൻഡ് ലാൻഡ്സ്കേപ്പ്, പ്രകൃതിയും ജീവികളും തമ്മിലുള്ള അവരുടെ ഒരു പരിപാലനയും ബഹുമാനവും, അത് നമ്മുടെ ഒരു കൾച്ചറാണ്. അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ എടുക്കാറില്ല. അത് വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ബയോഡൈവേഴ്സിറ്റിയിൽ അത് വലിയൊരു ഇമ്പോർട്ടന്റ് ആണ് പറയുന്നത്. പിന്നെ ബയോഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് നല്ല അസെന്റിക് ആയിട്ടുള്ള ലാൻഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആൻഡ് സ്പീച്ചസ് നമുക്ക് ഉണ്ടെങ്കിൽ, കൺസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ് അല്ലെങ്കിൽ ഒരു ഏരിയ നമുക്ക് ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് ഹ്യൂമൻസിനൊക്കെ വളരെ റിച്ച് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അതാണ് അസെന്റിക് റീസൺസ്. ഒന്നാമത്തെ മോറൽ റീസൺസ്, അവരുടെ എന്താണ് വൈൽഡ് ലൈഫ്, ലാൻഡ്സ്കേപ്പ്, അവരെ നമ്മൾ പരിപാലിച്ചു പോവുക. അത് നമ്മുടെ ഒരു സംസ്കാരമാണ്. ഓക്കെ, കൾച്ചറാണ്. അത് ആർക്ക് സീരിയസ് ആയിട്ട് എടുക്കണില്ല. അപ്പൊ അത് വലിയൊരു ഇമ്പോർട്ടന്റ് ആണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി അസെന്റിക് റീസൺസ്. അസെന്റിക് റീസൺസ് നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ബയോഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ് ഒക്കെ കിട്ടുക. അപ്പൊ നമുക്ക് നന്നായിട്ട് എൻറിച്ചായിട്ട് ജീവിക്കാൻ പറ്റും ഹ്യൂമൻസിനൊക്കെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നേച്ചുറൽ ഫങ്ഷൻസ്, പ്രൊവൈഡിങ് ഇമ്പോർട്ടന്റ് നേച്ചുറൽ ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇക്കോസിസ്റ്റത്തിലെ എന്താണ്, ഇക്കോസിസ്റ്റം സെർവ്സ് ഹ്യൂമൻസ് ബിക്കോസ് ദേ പ്രൊവൈഡ് നേച്ചുറൽ ഫങ്ഷൻസ്. ഇക്കോസിസ്റ്റം സെർവ്സ് ഹ്യൂമൻസ്. ഓക്കെ, നേച്ചുറൽ ഫങ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കാം, മൈക്രോബ്സ്, ആ ബാക്ടീരിയ പോലെയുള്ള ആൾക്കാർ ഇക്കോസിസ്റ്റത്തിലുള്ള ഡെഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ എനിമൽസിനും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അവരിൽ വരുന്ന ഓർഗാനിക് മാറ്റർ എടുത്തിട്ടാണ് നമ്മൾ അടുത്ത പ്രൊഡ്യൂസേഴ്സിക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ന്യൂട്രിയൻ സൈക്കിള് അത് റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം മൈക്രോബ്സ് ഒക്കെ നമ്മുടെ ഡെഡ് അല്ല ഡീക്കി ആയിട്ടുള്ള പ്ലാന്റ്സ് എനിമൽസിലൊക്കെ വന്നിരുന്നിട്ടാണ്
അവര് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യണേ. അങ്ങനെ ഒരു ന്യൂട്രിയൻ സൈക്കിള് റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് മൈക്രോബ്സ് ചെയ്യണേ. അത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു ഇമ്പോർട്ടന്റ് ആണ്. ബയോഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിലാണ് അത് പറ്റുള്ളൂ. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഇമ്പോർട്ടന്റ് അല്ലേ? ഓക്കെ. ഇനി ബയോഡൈവേഴ്സിറ്റി പ്രൊവൈഡ്സ് എക്കണോമിക് ബെനിഫിഷൻ ടു പീപ്പിൾസ്. പൊട്ടൻഷ്യൽ മെറ്റീരിയൽ എക്കണോമിക് ബെനിഫിഷൻസ് ഒക്കെ നമുക്ക് ബയോഡൈവേഴ്സിറ്റി തരുന്നുണ്ട്. നമുക്ക് പറയാം എക്കണോമിക് ബെനിഫിഷൻസ് തരുന്നുണ്ട്. പിന്നെ ഇവല്യൂഷണറി പ്രോസസ്സ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവല്യൂഷണറി പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ഇവല്യൂഷണറി പ്രോസസ്സ് നടക്കണമെങ്കിൽ ഈ ബയോഡൈവേഴ്സിറ്റി അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇടയിൽ വെച്ചിട്ട് എന്താണ് ആ സ്പീഷീസ് എന്താണ് എക്സ്റ്റിങ്ഷൻ സംഭവിച്ചു പോകും. അപ്പൊ ബയോഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിലാണ് ഇവല്യൂഷണറി പ്രോസസ്സ് ഉണ്ടാകാൻ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, ഇത് ജസ്റ്റ് നോക്കാം. ഇക്കോളജിക്കൽ സ്റ്റെബിലിറ്റി. ഇക്കോളജിക്കൽ സ്റ്റെബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവരി സ്പീഷീസ് ഹാസ് എ സ്പെസിഫിക് റോള്. എല്ലാ സ്പീഷീസിനും എല്ലാ സ്പീഷീസിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റോൾ ഉണ്ട് ഇക്കോസിസ്റ്റത്തിൽ. ഒന്നും വെറുതെ അല്ല വരുന്നത്, ആരും വെറുതെ അല്ല. നമുക്കടക്കം ഈ ഒരു പ്രകൃതിനെ നോക്കാനുള്ള ഒരു കടമയുണ്ട്, നമ്മൾ അത് ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ എത്രയോ സ്പീഷീസ് ആണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്, വംശനാശം സംഭവിച്ചു എക്സ്റ്റിങ്ക്ട് ചെയ്തേക്കുന്നത്. എത്രയോ സ്പീഷീസ് ആണ് പോയിരിക്കുന്നത്. ഓക്കെ, അത് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ ഇതിനെ ഓരോ സ്പീഷീസിനും അതിൻ്റെതായ ഒരു റോൾ ഉണ്ടായിരിക്കും ഇക്കോസിസ്റ്റത്തില്. എന്താണ്, ചിലവർക്ക് എനർജി സ്റ്റോർ ചെയ്യാന്, അങ്ങനെ എന്താണ് പ്രൊഡ്യൂസ് ഡീകമ്പോസ് ഓർഗാനിക് മാറ്റർ, എനർജി സ്റ്റോർ ചെയ്യാനും ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെയാണ് ചിലവരുടെ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇക്കോസിസ്റ്റം സപ്പോർട്ട് സർവൈവ്സ് വിത്തൗട്ട് ഹ്യൂമൻസ് കാനോട്ട് സർവൈവ്. ഇക്കോസിസ്റ്റം സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇക്കോസിസ്റ്റം ഇല്ലാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത്. എ ഡൈവേഴ്സ് ഇക്കോസിസ്റ്റം ഈസ് മോർ പ്രൊഡക്റ്റീവ് ആൻഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് എൻവയോൺമെന്റൽ സ്ട്രെസ്. ഇപ്പോ ഒരു ഡിഫറെന്റ് ഇക്കോസിസ്റ്റം ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് മോർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. ഡൈവേഴ്സ് ഇക്കോസിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ഇക്കോസിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻ ഫോറസ്റ്റ്, അങ്ങനെ ഡെസേർട്ട്, അങ്ങനെ കോറൽ റീഫ്സ്, അങ്ങനെയുള്ള കുറെ ഇക്കോസിസ്റ്റം ഉണ്ടായാലാണ് കുറെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറെ ഉണ്ടായാൽ മാത്രമാണ് എൻവയോൺമെന്റൽ സ്ട്രെസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. എൻവയോൺമെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇപ്പൊ ഫ്ലഡ്, ഡ്രൈനെസ്, അങ്ങനെ കുറെ സൈക്ലോൺ, അങ്ങനെയൊക്കെ ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ എൻവയോൺമെന്റൽ സ്ട്രെസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതില്ലെങ്കിൽ ഒക്കെ നശിച്ചു പോവും. അപ്പൊ ഇത് വലിയ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കണത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. എക്കണോമിക് ഇമ്പോർട്ടൻസില് നമ്മൾ പറഞ്ഞു, നമുക്കറിയാം നമ്മുടെ കുറെ പ്ലാന്റ്സും എനിമൽസും ഒക്കെ നമുക്ക് കുറെ യൂസസ് ഉണ്ട് അവരെ കൊണ്ട്. നമുക്ക് തന്നെ കുറെ യൂസസ് ഉണ്ട്. ബയോഡൈവേഴ്സിറ്റി ഈസ് റിസോഴ്സ് ഫോർ മാനുഫാക്ചർ ഫുഡ്, കോസ്മെറ്റിക് പ്രോഡക്ട്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, കുറെ മരുന്നുകൾ, മെഡിസിൻസ്. നമുക്കറിയാം കുറെ എനിമൽസിനും പ്ലാന്റ്സ്, നമുക്കറിയാം ഓരോ രോഗത്തിനും ഡിസീസസിനും ഓരോ പ്ലാന്റ്സ് ഉണ്ട്, സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഓരോ പ്ലാന്റ്സ് ഉണ്ട് എന്ന് നമുക്കറിയാം. ടെർമറിക്, അതൊക്കെ നല്ല എന്താ മെഡിസിനൽ പ്ലാന്റ്സ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അങ്ങനെയുള്ള പ്ലാന്റ്സ് എനിമൽസ് ഒക്കെ ബയോഡൈവേഴ്സിറ്റിയിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പോലും ജീവിച്ചു പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫുഡ് കിട്ടുന്നത് നമുക്കറിയാം ഫിഷ്, എനിമൽസ്, പ്ലാന്റ്സ് ഒക്കെ വെച്ച് നമുക്ക് ഫുഡ് കിട്ടുന്നത് അവരെ തന്നെയാണ്. നമ്മൾ കോസ്മെറ്റിക് പ്രോഡക്ട്സ്, നമുക്ക് സൗന്ദര്യ വസ്തുക്കളൊക്കെ യൂസ് ചെയ്യുന്നത് ഇവരിൽ നിന്ന് വരുന്ന പ്രൊഡക്ട്സ് എടുത്തിട്ടാണ്. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അത് എന്താണ് ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്രോപ്സ്, ലൈഫ് സ്റ്റോക്ക്, ഫിഷറി, ഫോറസ്റ്റ് ആർ റിച്ച് സോഴ്സ് ഓഫ് ഫുഡ്. അപ്പൊ ഇത് ഫിഷറി നമുക്കറിയാം, നമ്മൾ ഫിഷ് ഒക്കെ തിന്നും. അങ്ങനെ അതിന് റിച്ച്നെസ് സോഴ്സ് ഓഫ് ഫുഡ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ,
ഇനിയും ഞാൻ പറഞ്ഞ മെഡിസിനൽ പ്ലാന്റ് ഉണ്ട്. സോറി, മെഡിസിനൽ പ്ലാന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. വൈൽഡ് പ്ലാന്റ് സച്ച് ആസ് സിൻജോണ, ഫ്ലോ ഫോക്സ് ഗ്ലോവ് പ്ലാന്റ്സ് യൂസ്ഡ് ഫോർ മെഡിസിനൽ പർപ്പസ്. അപ്പം ഞാൻ പറഞ്ഞു കുറെ പ്ലാന്റ്സ് മെഡിസിനിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് എക്സാമ്പിൾ ആണ് സിൻജോണ, ഫോക്സ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെയും കുറെ യൂസസ് ഉണ്ട്. അതാണ് വുഡ്, ഇപ്പൊ മരത്തിന്റെ അതൊക്കെ വെച്ചിട്ട് നമ്മൾ കുറെ മാഷയും കസാരി അതൊക്കെ നിർമ്മിക്കും. അതാണ് വുഡ്. പിന്നെ ഫൈബേഴ്സ്, പിന്നെ പെർഫ്യൂംസ്, ലൂബ്രിക്കൻസ്, റബ്ബർ. നമുക്കറിയാം റബ്ബർ പ്ലാന്റിൽ നിന്നാണ് റബ്ബർ ഉണ്ടാക്കുന്നത്. പിന്നെ റെസിൻസ്, പോയ്സൺ, കോർക്ക്, അങ്ങനെയുള്ള കുറെ എന്താണ് ഡിഫറെന്റ് പ്ലാന്റ് സ്പീഷീസ് നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഇതിനെ കൊണ്ട് കുറെ യൂസസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിലെ എക്കണോമിക് ഇമ്പോർട്ടൻസും ഇക്കോളജിക്കൽ സ്റ്റെബിലിറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി എത്തിക്കൽ ഇമ്പോർട്ടൻസ്. എത്തിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓൾ സ്പീഷീസ് ഹാവ് റൈറ്റ് ടു എക്സ്റ്റിങ്ക്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്പീഷീസിനും ഇവിടെ നിലനിൽക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഹ്യൂമൻസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻസ് അവരുടെ തന്നെ എക്സ്റ്റിങ്ഷന് എന്താണ് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഹ്യൂമൻസ് ഷുഡ് നോട്ട് കോസസ് ദയർ വോളണ്ടറി എക്സ്റ്റിങ്ഷൻ. നമ്മൾ നമ്മുടെ എക്സ്റ്റിങ്ഷന് വേണ്ടിയിട്ട് തന്നെ എന്താണ് പ്രയത്നിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മള് കുറെ നശിപ്പിക്കുന്നുണ്ട്. എന്താ കോളനൈസേഷൻ, അർബനൈസേഷൻ, ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ റെയിൻ ഫോറസ്റ്റ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെയാണ് ദോഷം വരുന്നത്. എൻവയോൺമെന്റ് സ്ട്രെസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാതെ വരും. അങ്ങനെ ഫ്ലഡും ഡ്രോപ്റ്റും ഒക്കെ ഇപ്പൊ കുറെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് റീസെന്റ് ആയിട്ട്. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ തന്നെ എക്സ്റ്റിങ്ഷന് കാരണമാവരുത് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ ബയോഡൈവേഴ്സിറ്റി പ്രൊഡ്യൂസ് ഡിഫറെന്റ് കൾച്ചേഴ്സ് ആൻഡ് സ്പിരിച്വൽ ഹെറിറ്റേജ്. പിന്നെ ഇത് ബയോഡൈവേഴ്സിറ്റി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കൺസേർവ് ബയോഡൈവേഴ്സിറ്റി ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒന്നുകൂടി നോക്കാം. ഇപ്പൊ തന്നെ പഠിച്ചു പോയ എളുപ്പമാണ്. അപ്പൊ മോറൽ റീസൺസ് ആദ്യം പറയുന്നത്. മോറൽ റീസൺസ് കൾച്ചർ, ഇപ്പൊ നമ്മുടെ വൈൽഡ് ലൈഫ് ലാൻഡ്സ്കേപ്പ് അവരുടെ ഒരു പരിപാലനയും അവരെയാണ് നമ്മൾ കൾച്ചർ ചെയ്ത് വരിക. ഒരു സംസ്കാരമാണ്. പരിപാലന ബഹുമാനം കൊടുത്തിട്ട് അതിന് നമ്മൾ ഒരു സംസ്കാരമാണ് അതിനെ നമ്മൾ നിലനിർത്തി പോരുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അസെന്റിക് റീസൺസ്, ഇപ്പൊ ബയോഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേച്ചർ, നമുക്ക് എന്താ പറയാ, നമ്മുടെ നല്ല തണുപ്പും നല്ല പച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമാണ് കാണാൻ. അപ്പൊ അത്രയും നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും അങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ. അപ്പൊ നല്ല കാര്യമാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ് ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് റിച്ച് ആയിട്ട് ഹ്യൂമൻസിനെ ജീവിക്കാൻ പറ്റും. പിന്നെ പറയുന്നത് പ്രൊവൈഡ് ഇമ്പോർട്ടൻറ്റ് നേച്ചുറൽ ഫങ്ഷൻസ്. അത് മാത്രമല്ല നേച്ചുറൽ ഫങ്ഷൻസ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസ് ചെയ്യാനും ഇത് സഹായിക്കും. ഇക്കോസിസ്റ്റം സർവീസ് ബിക്കോസ് ഹാവ് പ്രൊവൈഡ് നേച്ചുറൽ ഫങ്ഷൻസ്. ഹ്യൂമൻസിനെ നിലനിർത്തി പോരാനും ഇത് ബയോഡൈവേഴ്സിറ്റി ആവശ്യമാണ്. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറയുന്നത് മൈക്രോബ്സ് ഇൻ ഇക്കോസിസ്റ്റം വൈറ്റ് ബ്രേക്ക് ഡൗൺ ദ ഡെത്ത് ആൻഡ് പ്ലാന്റ് എനിമൽസ്. അതിന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്താണ് റീസൈക്ലിംഗ് ന്യൂട്രീഷൻസ്, റീസൈക്ലിംഗ് ഓർഗാനിക് മാറ്റർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് പറയുന്നത്. പിന്നെ എക്കണോമിക് ബെനിഫിഷ്യൻസ് ഉണ്ട് പീപ്പിൾസിന്. അതുപോലെ തന്നെ ഇവല്യൂഷണറി പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കണേ ബയോഡൈവേഴ്സിറ്റി കൂടിയേ തീരുക. അല്ലാതെ ബയോഡൈവേഴ്സിറ്റി ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ചെയ്ത ആ സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും. അങ്ങനെ കുറെ കൊല്ലം കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒന്നും ഉണ്ടാവില്ല. അതാണ് പറയുന്നത്. അപ്പൊ ബയോഡൈവേഴ്സിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇക്കോളജിക്കൽ സ്റ്റെബിലിറ്റി, പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. അത് സ്പീഷീസ് ഹാവ് സ്പെസിഫിക് റോള് ഇൻ എക്കോസിസ്റ്റം. ഓരോ സ്പീഷീസിന് അതിൻ്റെതായ റോൾ ഉണ്ട്.
എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും കുറെ പേർക്ക്, പിന്നെ ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്യാനും ഒക്കെ ഓരോരുത്തർക്കും ഓരോ റോള് കൊടുത്തിട്ടുണ്ട്. അത് ഇല്ലെങ്കിൽ നമുക്ക് ഇക്കോസിസ്റ്റം ഇല്ലെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഹ്യൂമൻസിന് ലീവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എൻവയോൺമെന്റ് സ്ട്രെസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്കോസിസ്റ്റം കൂടിയേ തീരും. ഓക്കെ, ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. നമുക്ക് ഫുഡ്, കോസ്മെറ്റിക് പ്രോഡക്ട്സും ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻസ് ഉള്ള കുറെ പ്ലാന്റ്സിന്റെ പേരൊക്കെ പഠിക്കാം. സിൻജോണ, ഫോക്സ് ഗ്ലോ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. സിൻജോണ, ഫോക്സ് ഗ്ലോ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് മെഡിസിനൽ പർപ്പസ് തരുന്നുണ്ട്. പിന്നെ കുറെ യൂസസ് അതിനെ കൊണ്ടുണ്ട്. വുഡ്സ്, ഫൈബേഴ്സ്, പെർഫ്യൂംസ്, ലൂബ്രിക്കൻസ്, റബ്ബർ, റെസിൻ. ഓക്കെ, പിന്നെ ഓക്കെ, ഇതൊക്കെ നമുക്ക് പ്ലാന്റ്സ് നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കേണ്ടതാണ്. പിന്നെ എത്തിക്കൽ ഇമ്പോർട്ടൻസ് പറഞ്ഞു. എല്ലാവർക്കും എന്താണ് ഇവിടെ എസ്റ്റിറ്റ് ചെയ്യാനുള്ള നിയമമുണ്ട്, റൈറ്റ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും നിൽക്കണം, അതാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ തന്നെ നാശത്തിന് കാരണമാകരുത് എന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ബയോഡൈവേഴ്സിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ്. ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഇപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞാലും നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെവലപ്മെന്റിന് വേണ്ടി, അർബനൈസേഷന് വേണ്ടിയും കോളനൈസേഷൻ വേണ്ടിയും ഒക്കെ നമ്മൾ എന്താണ് ബയോഡൈവേഴ്സിറ്റിനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്പീഷീസിനെ നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സ്പീഷീസിനെ നമ്മൾ ഇതുവരെ ഇല്ലാതാക്കിയെന്ന് ഇതിൽ നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നത് കുറെ ന്യൂ സ്പീഷീസ് ആഡ് ചെയ്യണത്. ഇപ്പൊ ന്യൂ സ്പീഷീസ് ഒരിടത്തേക്ക് വരുന്നത് ഡൗട്ടാണ്. അത് വരുന്നുണ്ടോന്ന് നമുക്ക് അറിയണേ ഇല്ല. പക്ഷെ ഒരു ഡൗട്ടും ഇല്ല, എന്ത് സ്പീഷീസ് ലോസ് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് കുറെ ഡിഫറെന്റ് സ്പീഷീസ് ലോസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ ഇങ്ങനെ വരണതില് ഇങ്ങോട്ട് വരണേല് ന്യൂ സ്പീഷീസ് ആഡ് ചെയ്യണേല് എന്താണ് ആഡ് ചെയ്യണില്ല എന്ന് നമുക്ക് ഒരു ഡൗട്ടും ഇല്ല, ക്ലിയർ ആണ്. പിന്നെ പറയുന്നത് എന്താണ്, ഹ്യൂമൻസ് ആണ് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണത്. ഇനി നമ്മൾ പറയാം ദ കോളനൈസേഷൻ ഓഫ് ട്രോപ്പിക്കൽ സ്പെസിഫിക് ഐസ്ലാൻഡ്സ്. കോളനൈസേഷൻ നമ്മൾ പറഞ്ഞു. അങ്ങനെ ഈ ട്രോപ്പിക്കൽ ഐസ്ലാൻഡ്സിലെ കോളനൈസേഷൻ വരുമ്പോ എന്താണ് അവിടെ 2000 സ്പീഷീസ് ഓഫ് നാറ്റീവ് ബേർഡ്സ് ആണ് എസ്റ്റിമേറ്റ് ചെയ്ത് പോയേക്കുന്നത്. അവിടെ ട്രോപ്പിക്കൽ സ്പെസിഫിക് ഐസ്ലാൻഡ്സിലെ 2000 സ്പീഷീസ് ഓഫ് നേറ്റീവ് ബേർഡ്സ് ആണ് എസ്റ്റിമേറ്റ് ചെയ്ത് പോയേക്കുന്നത്. അവിടെ സ്പെസിഫിക് ഐസ്ലാൻഡ്സിൽ കോളനൈസേഷൻ വന്നപ്പോൾ എസ്റ്റിങ്ഷൻ ചെയ്ത സ്പീഷീസിന്റെ നമ്പേഴ്സ് ആണ് മോർ ദാൻ 2000 സ്പീഷീസ്, ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് നാറ്റീവ് ബേർഡ്സ്. നാറ്റീവ് ബേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തുള്ള ബേർഡ്സിനെയാണ് നമ്മൾ നാറ്റീവ് ബേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ബേർഡ്സ് എന്താണ് 2000 സ്പീഷീസ് ഓഫ് ബേർഡ്സ് എസ്റ്റിമേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ IUCN റെക്കോർഡ് ഒരു റെഡ് ലിസ്റ്റ് ഇറക്കിയിട്ടുണ്ട് 2004. ആ ഡോക്യുമെന്റ് അനുസരിച്ച് 784 സ്പീഷീസ് ആണ് ഇതുവരെ എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത്. ഈ കഴിഞ്ഞ 500 വർഷം 500 വർഷത്തിന് ഇടയിൽ എസ്റ്റിമേറ്റ് ചെയ്ത സ്പീഷീസ് ആണ് 784 സ്പീഷീസ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് 338 vertebrates, 359 invertebrates, 87 പ്ലാന്റ്സ്. ഇതൊക്കെയാണ് എന്താണ് എസ്റ്റിമേറ്റ് ചെയ്ത് പോയേക്കുന്നത്. ഈ 500 വർഷത്തിന് ഇടയിലാണ് ഇത് ഈ 78 സ്പീഷീസ് എസ്റ്റിമേറ്റ് ചെയ്ത് പോയേക്കുന്നത്. ഓക്കെ, അതിൽ വരുന്നതാണ് ഇൻക്ലൂഡ് ഡോഡോ. നമുക്കറിയാം ഡോഡോ ഒന്നും ഇപ്പൊ ഇല്ല, എക്സ്റ്റിങ്ഷൻ സംഭവിച്ചേക്കാണ്. പിന്നെ സ്റ്റെല്ലേഴ്സ്, സീ കൗസ്, അങ്ങനെയുള്ള കുറെ സ്പീഷീസ് ഉണ്ട്. ടൈഗേഴ്സ്, സബ് സ്പീഷീസ് ടൈഗേഴ്സ്, 3 ടൈഗേഴ്സ്, അതിന്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോക്കാം. ഓക്കെ, പിന്നെ ഈ ലാസ്റ്റ് 20 ഇയേഴ്സിൽ തന്നെ ഡിസപ്പിയർ ആയിട്ട് 27 സ്പീഷീസ് ഡിസപ്പിയർ ആയിട്ടുണ്ട്. അപ്പൊ അത്രയും ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിൽ പറയുന്നത് ഒരു ഡൗട്ട് ഉണ്ട്, ഇങ്ങോട്ട് സ്പീഷീസ് ന്യൂ സ്പീഷീസ് വരണതില് ഒരു ഡൗട്ട് ഉണ്ട്. വരുന്നത് നമുക്ക് അറിയാല്ല,
പക്ഷെ ഒരു ഡൗട്ടും ഇല്ല, എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് സ്പീഷീസ് എക്സ്റ്റിങ്ക്ട് ചെയ്ത് പോകേണ്ട അല്ലെങ്കിൽ ലോസ് ചെയ്യുന്നുണ്ട കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഈ 500 വർഷത്തിനിടയിലാണ് 784 സ്പീഷീസ് ആണ് എന്താ എക്സ്റ്റിങ്ഷൻ സംഭവിച്ചേക്കുന്നത്. ഓക്കെ, ഡോക്യുമെന്റ് IUCN റെഡ് ലിസ്റ്റ് ഡോക്യുമെന്റ് നോക്കുകയാണെങ്കിൽ ഈ നമ്പേഴ്സ് ഒക്കെ പഠിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാണ് 338 വെർട്ടിബ്രേറ്റ്സും 359 ഇൻവെർട്ടിബ്രേറ്റും 87 പ്ലാന്റ്സ് ഒക്കെയാണ് 500 വർഷത്തിനിടയിൽ പോയേക്കുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കണ ആ ഒരു സ്പീഷീസിനെ നമ്മൾ പഠിക്കണം. ഡോഡോ, പിന്നെ സീബ്ര ഒക്കെ അതിൽ വരുന്ന എക്സ്റ്റിങ്ക്ട് ചെയ്തേക്കണ ആൾക്കാരാണ്. അതുപോലെ തന്നെ സ്റ്റെല്ല്, സീ കൗസ് അതൊക്കെ നോക്കുക. ഓക്കെ, പിന്നെ പറയുന്നത് ദ ലാസ്റ്റ് 20 ഇയേഴ്സിൽ തന്നെ ഡിസപ്പിയർ ചെയ്തേക്കുന്നത് 27 സ്പീഷീസ് ആണ്. ഇനി നമ്മൾ ഇതിൽ നോക്കുമ്പോ ഇനി വരണ 100 വർഷത്തില്, ഇനി അടുത്ത 100 വർഷം കഴിയുമ്പോഴേക്കും എന്താണ് ഏകദേശം എന്താ ഹാഫ് ഓഫ് ഓൾ സ്പീഷീസ് ഇൻ ദ എർത്ത് വൈപ്ഡ് ഔട്ട് വിത്തിൻ നെക്സ്റ്റ് 100 ഇയേഴ്സ്. 100 ഇയേഴ്സ്, നെക്സ്റ്റ് 100 ഇയേഴ്സ് ആവുമ്പോഴേക്കും ഏകദേശം എല്ലാ സ്പീഷീസും ഹാഫ് ഓഫ് ഓൾ സ്പീഷീസ് പകുതിയിലധികം എന്താണ് സ്പീഷീസ് എക്സ്റ്റിങ്ക്ട് ചെയ്ത് പോവാൻ ചാൻസ് ഉണ്ട്. അത് പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ അങ്ങനെ വരും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇങ്ങനെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ദോഷം, അതാണ് പറയുന്നത്. പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി വന്ന പ്ലാന്റിന്റെ പ്രൊഡക്ടിവിറ്റി ലോ ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ലോവർ റെസിസ്റ്റൻസ് ആയിരിക്കും. ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞ നമ്മൾ പറഞ്ഞു എൻവയോൺമെന്റൽ സ്ട്രെസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ആവും. അപ്പൊ ഫ്ലഡും ഡ്രൈനെസ്സും അങ്ങനെ സൈക്ലോണും എല്ലാം വരും. അപ്പോൾ ലോസ് ഓഫ് പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി, ലോവേർഡ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ വേരിയേഷൻസ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ്. ഇപ്പൊ നമുക്കറിയാം വെയിലുള്ളിടത്ത് മഴയുള്ളിടത്ത് വെയില്, അങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റാത്ത കണ്ടീഷൻസ് ഇപ്പൊ തന്നെ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി 100 വർഷം കഴിയുകയാണെങ്കിൽ എങ്ങനെ വരുന്ന നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി വന്നു കഴിഞ്ഞാൽ അതിന്റെ ദോഷങ്ങൾ ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. വേരിയേഷൻസ്, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരും. പിന്നെ ഇപ്പം നമുക്ക് ഒരു കൃഷി ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് പ്രൊഡക്ടിവിറ്റി കിട്ടണത് ഒരു വർഷം കിട്ടും, അടുത്ത വർഷം കിട്ടില്ല, അടുത്ത വർഷം കിട്ടും, അതിന്റെ പിറ്റത്തെ വർഷം കിട്ടില്ല. അങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി കിട്ടുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോ ഈ കൃഷി അഗ്രികൾച്ചറിലൊക്കെ എങ്ങനെ നമുക്ക് നിൽക്കുമ്പോ എന്താണ് കുറെ പെസ്റ്റ് ഒക്കെ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പൊ അവര് ഒരു കൊല്ലം വരും, പിറ്റേ കൊല്ലം വരില്ല. അങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വരുമ്പോ നമുക്ക് അതിനെ പ്രതിരോധിക്കാനും അതിനെ അറ്റാക്ക് ചെയ്യാനും അതൊന്നും നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരും. ഇതാണ് അതിന്റെ ദോഷവശം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ബയോഡൈവേഴ്സിറ്റിയുടെ കാരണം എന്താണ് നോക്കണത്. കാരണം കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. കാരണം മെയിനായിട്ട് എന്താണ്, എല്ലാത്തിനും കാരണം നമ്മൾ തന്നെയാണ്. ഇതിൽ പറയുന്നതൊക്കെ നമ്മളെ പറ്റി തന്നെയാണ്. ഹ്യൂമൻസിന്റെ ആക്ടിവിറ്റീസ് കാരണമാണ് കുറെ ഇല്ലാതായേക്കുന്നത്. ബയോഡൈവേഴ്സിറ്റി കുറെ സ്പീഷീസ് എക്സ്റ്റിങ്ക്ട് ചെയ്ത് പോയേക്കുന്നത് നമ്മൾ കാരണം തന്നെയാണ്. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ഹാബിറ്റൈറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. അപ്പൊ ഹാബിറ്റൈറ്റ് ലോസ്, അവരുടെ ഹാബിറ്റൈറ്റ് ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ഹാബിറ്റൈറ്റ് ലോസ് ചെയ്യാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കേസ് ഡ്രൈവിംഗ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ടു എക്സ്റ്റിങ്ഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവർ ഒരു ഹാബിറ്റൈറ്റിലാണ് ജീവിക്കുന്നത്. അവരുടെ ആ ഹാബിറ്റൈറ്റ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവരില്ലാതായി. അതാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഒക്കെ നമ്മള് എന്താണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയാം എന്താണ് ദ മോസ്റ്റ് ഡ്രാമാറ്റിക് എക്സാമ്പിൾ ഓഫ് എ ഹാബിറ്റൈറ്റ് ലോസ് കം ഫ്രം ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഓക്കെ, പിന്നെ ഇപ്പൊ നോക്കുകയാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ നമ്മള്
വിളിക്കുന്നത് ലെൻസ് ഓഫ് പ്ലാനറ്റ് ആണ്. അവിടെയാണ് കൂടുതൽ ബയോഡൈവേഴ്സിറ്റി കാണാൻ നമ്മൾ പറഞ്ഞു. പക്ഷെ അവരെന്താ ചെയ്യണേ, ഈ ഹാബിറ്റൈറ്റിനെ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ ആ വെജിറ്റേഷനെ കട്ട് ചെയ്തിട്ട് അവിടെ ക്ലിയർ ചെയ്തിട്ട് അവര് സോയാബീൻസ് കൾട്ടിവേറ്റ് ചെയ്യാണ് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട്. അഗ്രികൾച്ചർ ഫാം ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് അവരുടെ ആ വെജിറ്റേഷൻസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ആ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്താണ് നശിപ്പിച്ചിട്ട് ഡിസ്ട്രോയ് ചെയ്തിട്ട് അവര് സോയാബീൻസ് അവിടെ കൾട്ടിവേറ്റ് ചെയ്യാണ്. അങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക, ഡിസപ്പിയർ ഓഫ് നേച്ചുറൽ ഫോറസ്റ്റ് അവിടെ ഡിസപ്പിയർ ആവാണ് ചെയ്യണം. അങ്ങനെ നേച്ചർ കൊണ്ടുവരുന്നതാണ് അതെല്ലാം. അങ്ങനെ ഉണ്ടെങ്കിൽ ബയോഡൈവേഴ്സിറ്റി അവിടെ ഉണ്ടാവുള്ളൂ. നമ്മളത് കട്ട് ചെയ്തിട്ട് വേറെ കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ്, ആ നേച്ചർ ഇല്ലാതാവുമ്പോൾ തന്നെ അവിടെയുള്ള സ്പീഷീസും ഡിസപ്പിയർ ആയിട്ടും പോവും. അതാണ് പറയുന്നത്, സ്പീഷീസ് എന്താണ് ഡിസപ്പിയർ ചെയ്തിട്ട് പോവും. ഓക്കെ, അങ്ങനെ കുറെ സ്പീഷീസ് എന്താണ് എക്സ്റ്റിങ്ക്ട് ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ. പിന്നെ വരുന്നതാണ് ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഹാബിറ്റൈറ്റിനെ, ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുക, സ്മോൾ പീസസ്. അങ്ങനെ വരുമ്പോ എന്താണ്, ഇപ്പൊ ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ഇപ്പൊ നമ്മളൊരു റെയിൻ ട്രാക്ക്, മറ്റേ റെയിൻ പാളം കൊണ്ടുവച്ചു എന്ന് വെച്ചിരിക്കുക. അപ്പം ഇവിടെ മൈഗ്രേറ്ററി അനിമൽസ് ഉണ്ട്. അവര് വരുമ്പോ എന്താണ്, ഈ റെയിൻ പാളത്തിൽ തട്ടിയിട്ട് ഈ ആന ഇല്ലാതാവണതൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ ബയോഡൈവേഴ്സിറ്റിയിലുള്ള സ്പീഷീസ് അങ്ങനെ ഇല്ലാതായിരിക്കാം. അപ്പൊ ഫ്രാഗ്മെന്റേഷനും അതുപോലെ ഹാബിറ്റേറ്റ് ലോസും എന്താണ് ബയോഡൈവേഴ്സിറ്റി ലോസ് ചെയ്യണതിന്റെ കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ചും മൈഗ്രേറ്ററി ആയിട്ടുള്ള അനിമൽസിനെ ഹാബിറ്റൈറ്റ്സ് badly affected lead to population declines. Okay. ഇനി അടുത്ത ഒരു ലോസ് ആണ്, പ്രോസസ് ഓഫ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. നമുക്ക് ആവശ്യത്തിനുള്ളതല്ല, അതിനും കൂടുതൽ നമുക്കുള്ളത് നേച്ചറിൽ ഉണ്ട്. പക്ഷെ നമുക്കത് പോരാ. നമുക്കറിയാം, എല്ലാവരും പറയുന്നതാണ് മനുഷ്യന് ആർത്തി കൂടുതലാണ്, എത്ര കിട്ടിയാലും ഇങ്ങോട്ട് വരണം എന്നാണ്. അങ്ങനെ വരുമ്പോ ഈ നേച്ചറിലുള്ളതും നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനിയും ഡെവലപ്മെന്റ് ആവണം എന്ന് വിചാരിച്ച് നമ്മൾ ഓവറായിട്ട് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ബയോഡൈവേഴ്സിറ്റി ലോസ് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ ഹ്യൂമൻസ് ഹാസ് ഓൾവേസ് ഡിപ്പെൻഡഡ് ഓൺ നേച്ചർ ഫോർ ഫുഡ് ആൻഡ് ഷെൽട്ടർ, ബട്ട് നീഡ് ടേൺസ് ടു ഗ്രീഡ്. ആർത്തി ഉണ്ടാവാണ്, നമുക്ക് ഫുഡും ഷെൽട്ടറും ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ എന്താണ്, നമ്മുടെ ആർത്തി അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ ആവശ്യങ്ങളും കൂടും. അങ്ങനെ നമ്മൾ ഓവറായിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ അത് ഇല്ലാതാവാണ് ചെയ്യണത്. അവിടെ നമുക്ക് പറയാൻ പറ്റിയ ഒരു കഥയുണ്ട്, നമ്മുടെ പൊന്മുട്ടയിടണ താറാവിന്റെ ഒരു കഥ. അത് ഒരു ദിവസം ഒരു മുട്ടയിടും, കൃഷിക്കാരന് മുട്ട കിട്ടും. പിന്നെ രണ്ടാമത്തെ ദിവസം 2 മുട്ടയിടും, മൂന്നാമത്തെ ദിവസം 3 ഇടും. അങ്ങനെ വരുമ്പോ എന്താണ്, ഈ ഫാമറിന് ആർത്തി കൂടിയിട്ട് താറാവിന്റെ വയറ് കീറി നോക്കാണ്. അപ്പൊ അത് നശിച്ചു, ആൾക്ക് ഒന്നുമില്ലാതെ. അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മളും ചെയ്യണത്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നേച്ചർ റിസോഴ്സ്. ഓക്കെ, നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്തോണ്ട് നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, നേച്ചറിന് തന്നെ ഷെൽട്ടർ ഉണ്ട്, നമുക്ക് അതൊന്നും പോരാ, ഇങ്ങനെ ഡെവലപ്മെന്റ് ആവണം. നമ്മുടെ ആർത്തി ആഗ്രഹമൊക്കെ കാരണം കുറെ ഇല്ലാതായിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇല്ലാതായ കുറച്ച് സ്പീഷീസിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റെല്ലേഴ്സ്, സീ കൗസ്, പാസഞ്ചർ പീജിയൻസ് ഒക്കെ നമ്മുടെ ഈ ആക്ടിവിറ്റീസ് കാരണം, ഓവർ എക്സ്പ്ലോഷൻ ഓഫ് നേച്ചുറൽ റിസോഴ്സ് കാരണം ഇല്ലാതായേക്കണ സ്പീഷീസ് ആണ്. അതുപോലെ തന്നെ പിന്നെ കുറെ ഫിഷസ് നമ്മള് യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാരണം ഇപ്പൊ ആ സ്പീഷീസ് ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് അലൈൻ സ്പീഷീസ് ഇൻവാഷനസ്. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു ലേക്ക് വിക്ടോറിയ അങ്ങനെയുള്ള ഒരു ഈസ്റ്റ് ആഫ്രിക്കൻ ഇപ്പൊ നോക്കുക, നെയിൽ പേർച്ച് ഇൻട്രൊഡ്യൂസ് ഇൻ ടു ലേക്ക് വിക്ടോറിയ ഇൻ
East Africa led eventually to extinct on ecological unique assemblage of more than 200 species singled ഫിഷ് ഇൻ ദ ലേക്ക്. ആ ഒരു ലേക്ക് വിക്ടോറിയ എന്ന് പറഞ്ഞ ആഫ്രിക്കയിലുള്ള ആ ലേക്കിക്ക് നെയിൽ പേർച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ നമ്മുടെ ഒരു ലേക്കില് ഉള്ള ഫിഷാണ് നേറ്റീവ് ഫിഷ് എന്ന് പറയും. അവിടെയുള്ള ഫിഷാണ് സിംഗിൾഡ് ഫിഷ് എന്ന് പറയുന്നത്. അവിടേക്ക് നെയിൽ പേർച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ അത് നെയിൽ പേർച്ച് എന്ത് ചെയ്തു, സിംഗിൾഡ് ഫിഷിനെ എന്താണ് ഡിസ്ട്രോയ് ചെയ്തു. അങ്ങനെ 200 സ്പീഷീസ് ഓഫ് സിംഗിൾഡ് ഫിഷസ് ആണ് എക്സ്റ്റിങ്ക്ട് ചെയ്തേക്കുന്നതാണെന്ന് പറയുന്നത്. അതാണ് അലൈൻ സ്പീഷീസ് ഇൻവെൻഷൻ പറയുന്നത്. അതുപോലെ തന്നെ വരുന്നതാണ് യു മസ്റ്റ് ബി familiar with the environmental damage causes the trade causes our native species in invasive weed species. Invasive എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരണ സ്പീഷീസ് കാരണം നമ്മുടെ നേറ്റീവ് സ്പീഷീസ് എന്താണ് അവരുടെ എൻവയോൺമെന്റ് ഡാമേജ് ചെയ്ത് പോവാണ്. അതുപോലെ തന്നെ അവരും എക്സ്റ്റിങ്ക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോ പുറത്തുനിന്ന് വരണ വേറെ സ്പീഷീസ് ആണ് നമ്മൾ പറയുന്നത്. ക്യാരറ്റ് ഗ്രാസ്, അതുപോലെ തന്നെ വാട്ട്, ഹയാസിന്ത്, ഐക്കോർണിയ, അതിനെ നമ്മൾ ടെറർ ഓഫ് ബംഗാൾ എന്നാണ് വിളിക്കുന്നത്. ഇവരൊക്കെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ നിന്ന് കൊണ്ടുവരുമ്പോ നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് എന്താണ് ഡാമേജ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ ദ റീസെന്റ് ഇല്ലീഗൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ആഫ്രിക്കൻ കാറ്റ് ഫിഷ്. നമുക്കറിയാം ആഫ്രിക്കൻ കാറ്റ് ഫിഷിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു അക്വാകൾച്ചറിന് വേണ്ടിയിട്ട്, പർപ്പസിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ നമ്മുടെ കാറ്റ് ഫിഷ്, നമ്മുടെ റിവേഴ്സിലുള്ള കാറ്റ് ഫിഷ് ഒക്കെ എന്താണ് അവർക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എന്താണ് ലൈഫിനെ അത് ത്രെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് കോഎസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവി ഉണ്ടെങ്കിൽ അടുത്തതിന് എസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ പ്ലാന്റ് ആൻഡ് പോളിനേറ്റർ നോക്കാം. ഇപ്പൊ പ്ലാന്റ്സും ഹണി ബീസും. അപ്പൊ പ്ലാന്റ് ഉണ്ടാവണമെങ്കിൽ എന്താണ് പോളിനേറ്റർ വേണം, എന്നാല് പ്ലാന്റിനെ ഇതാക്കാൻ പറ്റുള്ളൂ, വേറെ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ, സീഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പോളിനേറ്ററിന് ഈ പ്ലാന്റിന്റെ നെക്ടർ വേണം. അങ്ങനെയാണ് ഈ പോളിനേറ്ററിന് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കോഎസിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരുമിച്ച് നിന്നാല് ജീവിക്കാൻ പറ്റുള്ളൂ. ഒരാളില്ലെങ്കിൽ മറ്റാൾക്കും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കണ്ടീഷനെയാണ് നമ്മൾ കോഎസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. When species become extinct, the plant and animal species associated with the obligatory way also become extinct. അപ്പൊ നമുക്കറിയാം ഒബ്ലിഗേറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് മറ്റാളെ സഹായിക്കാം, മറ്റാള് ഇപ്പുറത്തെ ആളെ സഹായിക്കുന്നാൽ മാത്രമേ അവർക്ക് എന്താണ് എക്സ്റ്റിങ്ക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, മ്യൂച്വലിസം ഒക്കെ വേണം, എന്നാലേ എക്സ്റ്റിങ്ക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിൽ വരുന്ന വേറൊരു കാരണമാണ് മിനിമം വയാബിൾ പോപ്പുലേഷൻ. മിനിമം അത് ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല, അപ്പൊ ജസ്റ്റ് നോക്കാട്ട. മിനിമം വയാബിൾ പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ പോപ്പുലേഷൻ, ഇപ്പൊ ഒരു ലോവർ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സ്മോളസ്റ്റ് പോപ്പുലേഷൻ സൈസ്. ഇപ്പൊ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു റീജിയനിൽ ഒരു ഹാബിറ്റൈറ്റിലെ പോപ്പുലേഷൻ സൈസ് ഒരു അനിമൽസിന്റെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ പോപ്പുലേഷൻ സൈസ് ലോ ചെയ്യുകയാണെങ്കിലും അവർക്ക് അവിടെ എക്സ്റ്റിങ്ക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ പ്രൊഡക്ടിവിറ്റി ലോ ചെയ്യും. അതുപോലെ പോപ്പുലേഷൻ ലോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഇൻഡിവിജ്വൽസ് മെമ്പേഴ്സ്, ആ ഹാബിറ്റൈറ്റിലെ മെമ്പേഴ്സ് ഒക്കെ ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറയും. അങ്ങനെ മെമ്പേഴ്സ് കുറയുമ്പോൾ എന്താണ് റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ കുറയും. അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, ലോവർ മെമ്പേഴ്സ് ആയിക്കൊണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റീപ്രൊഡക്റ്റീവ് പൊട്ടൻസി കുറയും. അതുപോലെ തന്നെ ലോ ജനറ്റിക് വേരിയബിലിറ്റി, കാരണം അവര് ലോ പോപ്പുലേഷൻ ആണ്. അപ്പൊ അവർക്ക് ലോ ജനറ്റിക് വേരിയബിലിറ്റി ഉണ്ടായിരിക്കും, പിന്നെ ലോ അഡാപ്റ്റബിലിറ്റി ആയിരിക്കും, ലോ സർവൈവൽ വാല്യൂ ആയിരിക്കും. അപ്പൊ നമ്മുടെ പ്രോസസ് ഫോർ ലോസ് ഓഫ് ഡൈവേഴ്സിറ്റി എന്താണ്, ലോവർ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ടായാലും ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവും. അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ,
കാരണം എന്താണ്, അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, പിന്നെ എന്താണ് ജനറ്റിക് വേരിയബിലിറ്റി ലോ ആയിരിക്കും. ഇനി നമ്മൾ നോക്കാണ്, കൂടുതൽ മാക്സിമം വയാബിൾ ഏരിയ ഉണ്ടായാലും മാക്സിമം ആയിട്ടുള്ള കുറെ പോപ്പുലേഷൻ സൈസ് ഉണ്ടായാലും കുറെ മെമ്പേഴ്സ് ഒരു ഹാബിറ്റൈറ്റിൽ ഉണ്ടായാലും പ്രശ്നമാണ്. കാരണം അവിടെ കോമ്പറ്റീഷൻ കൂടും. എന്തിനു വേണ്ടിയിട്ടുള്ള, റിസോഴ്സിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ കൂടും. പിന്നെ ജനറ്റിക് വേരിയബിലിറ്റി അങ്ങനെ കുറയും. പിന്നെ ഇൻബ്രീഡിങ് ഡിപ്പേർഷൻ ഉണ്ടാവും, ഹയർ ചാൻസ് ഓഫ് ഇൻബ്രീഡിങ് ഡിപ്പേർഷൻ ഉണ്ടാവും. പിന്നെ ലോ ജനറ്റിക് വേരിയബിലിറ്റി ഉണ്ടായിരിക്കും. അഡാപ്റ്റബിലിറ്റിയും ഫിറ്റ്നസും ഒക്കെ കുറയും. അതാണ് പറയുന്നത്, കോമ്പറ്റീഷൻ നല്ലോണം കൂടും. അപ്പൊ പോപ്പുലേഷൻ കുറഞ്ഞാലും പ്രശ്നമാണ്, പോപ്പുലേഷൻ കൂടിയാലും പ്രശ്നമാണ്. അപ്പൊ ഒരു പോപ്പുലേഷൻ സൈസ് എന്ത് ചെയ്യണം, ഒരു ഒപ്റ്റിമൽ ലെവലിൽ നിൽക്കണം. അപ്പോഴാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ലോസ് ചെയ്യാതെ ഇരിക്കുള്ളൂ. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നതാണ്, ഒരെണ്ണം കൂടി പറയാം, ഡൊമിനോ ഇഫക്റ്റ്. ഡൊമിനോ ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പീഷ്യസിന്റെ എക്സ്റ്റിങ്ഷൻ കാരണം വേറൊരു സ്പീഷ്യസും എക്സ്റ്റിങ്ക്റ്റ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോഎക്സിസ്റ്റൻസ് എക്സ്റ്റിങ്ഷൻ പറഞ്ഞ പോലെ തന്നെ വരുന്നതാണ് ഡൊമിനോ ഇഫക്റ്റ്. അവിടെ നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഡോഡോ ട്രീസും ഡോഡോ ബേർഡ്സും. ഓക്കെ, ഈ ഡോഡോ ബേർഡ്സ് ഡോഡോ ട്രീസിന്റെ മേലെയാണ് ഇരിക്കുന്നത്. ഈ ഡോഡോ ബേർഡ്സ് എന്ന് പറയുന്നത് ഫ്ലൈറ്റ്ലെസ് ആയിട്ടുള്ള ബേർഡ്സ് ആണ്, പിന്നെ ഫിയർലെസ് ആണ് അവര്. ഓക്കെ, ഇനി കോളനൈസേഷൻ ഒക്കെ വരുന്ന കാരണം എന്താണ്, ഈ കുറെ ഇവിടേക്ക് എന്താണ് അവരുടെ അവിടേക്ക് ഐസ്ലാൻഡ്സിലാണ് ഈ ഡോഡോ ട്രീസ് ഒക്കെ ഉണ്ടായിരിക്കുക. അവിടേക്ക് എന്താണ് ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് പിഗ്സിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ ആ ഡോഡോയുടെ നെസ്റ്റും അവരുടെ കൂട് നെസ്റ്റും എഗ്സും ഒക്കെ എന്താണ് ഡിസ്ട്രോയ് ചെയ്തു പോയി. അങ്ങനെ ഈ ഡോഡോയുടെ ആ ബേർഡ് ഇല്ലാതായി. ഡോഡോയുടെ ബേർഡിൽ നിന്ന് വരണ ഡോഡോ ഇങ്ങനെ ഡോഡോ എന്ന് പറഞ്ഞിട്ടുള്ള ബേർഡ്സ് എന്താണ് ഒരു ഫ്രൂട്ട് വിഴുങ്ങിയിട്ട് അതൊരു സീഡായിട്ട് എന്താണ് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ കൂടെ വന്നിട്ട് ആ സീഡാണ് പിന്നെ ട്രീ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഡോഡോ ബേർഡ് ഇല്ലെങ്കിൽ എന്തില്ല, ഡോഡോ ട്രീയും ഇല്ല. കാരണം ആ ഡോഡോ ബേർഡ് ഈ ഒരു ഫ്രൂട്ടിനെ വിഴുങ്ങിയിട്ട് അതിൽ വരണ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ നിന്ന് വരണ ആ സീഡ് കൊണ്ടാണ് എന്തുണ്ടാവണത്, നമ്മുടെ ഡോഡോ ട്രീസ് ഉണ്ടാവുന്നത്. ആ സീഡ് ജെർമിനേറ്റ് ചെയ്തില്ലെങ്കിൽ, വിത്തൗട്ട് ഡോഡോ ടു സോൾവ് ദ ഫ്രൂട്ട് ആൻഡ് എക്സ്ക്രീറ്റ് ദ സീഡ്സ്, ദ സീഡ് വുഡ് നോട്ട് ജെർമിനേറ്റ്. ഡോഡോ ഒരു ഫ്രൂട്ട് വിഴുങ്ങിയാലാണ് ഡോഡോ ആ ഒരു സീഡ് എന്താ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ കൂടെ വരുള്ളൂ. അങ്ങനെ സീഡ് വിഴുങ്ങാതെ ആ സീഡ് വന്നിച്ചെങ്കിൽ ആ സീഡ് ജെർമിനേറ്റ് ചെയ്യില്ല. ഒരു ഫ്രൂട്ട് വിഴുങ്ങിയിട്ട് അതിന്ന് വരണ സീഡിൽ നിന്നാണ് നമ്മൾ ഡോഡോ ട്രീസ് ഉണ്ടായിരിക്കുക. അപ്പൊ ഈ ഐസ്ലാൻഡ്സിലുള്ളവർ എന്ത് ചെയ്ത, പിഗ്സിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ ആ പിഗ്സ് ഈ ഡോഡോ ബേർഡിന്റെ എഗ്സിനും നെസ്റ്റിനും ഒക്കെ ഡിസ്ട്രോയ് ചെയ്തപ്പോ ഡോഡോ ബേർഡും ഡിസ്ട്രോയ് ചെയ്തു. അങ്ങനെ ഡോഡോ ട്രീസും ഡിസ്ട്രോയ് ചെയ്തു. അതാണ് നമ്മൾ പറയുന്നത്. ഇത്രയാണ് നമ്മുടെ കോസസ് ഓഫ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും കൂടി നോക്കാം. കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ആദ്യത്തെ ഹാബിറ്റൈറ്റ് ലോസ് ആൻഡ് ഫെർമെന്റേഷൻ നമ്മൾ പറഞ്ഞു. ആമസോൺ റെയിൻ ഫോറസ്റ്റിലുള്ള അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് സോയാബീൻ കൾട്ടിവേറ്റ് ചെയ്യാണ്. അവരുടെ സോയാബീൻ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് അത് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള വെജിറ്റേഷൻസ് ഒക്കെ നമ്മൾ ആമസോൺ റെയിൻ ഫോറസ്റ്റിലെ വെജിറ്റേഷൻസ് ഒക്കെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുമ്പോൾ അവിടെയുള്ള നേച്ചുറൽ ആയിട്ടുള്ള എന്താണ് നേച്ചർ ഡിസ്ട്രോയ് ചെയ്യാണ്, നേച്ചർ ഫോറസ്റ്റ് ഡിസ്ട്രോയ് ചെയ്യാണ്. അങ്ങനെ അവിടുത്തെ സ്പീഷീസും ഡിസ്ട്രോയ് ചെയ്ത് പോകും, ഡിസപ്പിയർ ചെയ്യാൻ സ്പീഷീസ്. പിന്നെ അതുപോലെ തന്നെ ഫെർമെന്റേഷൻ നടക്കുമ്പോൾ ഒരു ഹാബിറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും വെക്കാണ്. അതാണ് സ്മോൾ സ്പീഷീസ്. ഇപ്പൊ റെയിൻഫാൾ ഒക്കെ വരുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എലിഫന്റ് ഒക്കെ മൈഗ്രേറ്ററി അനിമൽസ്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അതൊരു തടസ്സമായിട്ട് വരും. അങ്ങനെ ചിലർ ഡെഡ് ആവും. ഓക്കെ, അങ്ങനെ ഹാബിറ്റായിട്ട് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ലോസ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണം ഹാബിറ്റായിട്ട് ലോസ് ചെയ്യുന്ന പോകുന്നുണ്ട്.
ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത 100 വർഷത്തിനിടയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഹാഫ് ഓഫ് ഓൾ സ്പീഷീസ് എന്ത് ചെയ്തു പോകും, എക്സ്റ്റിങ്ഷൻ സംഭവിച്ചിരിക്കും. ഓക്കെ. പിന്നെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നമ്മൾ പറഞ്ഞു. ഫുഡും ഷെൽട്ടറും ഒക്കെ നമുക്ക് ഈ നേച്ചർ നമുക്ക് എടുക്കാനുള്ള അവകാശം ഉണ്ട്, അത് നമ്മൾ എടുക്കണമുണ്ട്. പക്ഷെ നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൂടുതൽ നമുക്ക് ഗ്രിഡ് വന്നതുകൊണ്ട് നമ്മൾ എന്താണ് ആ കൂടുതൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൂടുതൽ, അതാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കുറെ നമ്മള് നമ്മുടെ അത്യാഗ്രഹത്തിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ നേച്ചർ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ സ്പീഷീസ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ വരുന്ന 2 സ്പീഷീസിന്റെ പേര് നമ്മൾ ഓർത്തിരിക്കണം. ഏതൊക്കെ സ്പീഷീസ് ആണ് അങ്ങനെ എക്സ്റ്റിങ്ക്ട് ചെയ്ത് പോയേക്കണത് അത് നോക്കണം. സ്റ്റെൻലേഴ്സ് സീ കൗസ് ആൻഡ് പാസഞ്ചർ പീജിയൻ, അതൊക്കെ എളുപ്പമാണ് പറയാൻ പഠിക്കാൻ, അപ്പൊ അത് നോക്കുക. പിന്നെ അലൈൻ സ്പീഷീസ് ഇൻവേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നേറ്റീവ് കൺട്രീസിലേക്ക് എന്താണ് ഇൻവെൻസീവ് ആയിട്ടുള്ള സ്പീഷീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നാറ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് എന്ത് ചെയ്തു പോകും, എക്സ്റ്റിങ്ഷൻ സംഭവിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ കോഎക്സിസ്റ്റൻഷൻ അതില് വരുമ്പോ എന്താണ്, ഒരു പ്ലാന്റും ഒരു എനിമലും അവർക്ക് രണ്ടുപേർക്കും കോഎക്സിസ്റ്റന്റ് ആണ്, ഒരാളില്ലെങ്കിൽ മറ്റാളില്ല, അതാണ് പറയുന്നത്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം പ്ലാന്റ് ഉണ്ടെങ്കിലാണ് ആ പോളിനേറ്ററിനെ ജീവിക്കാൻ പറ്റില്ല. കാരണം പ്ലാന്റിന്റെ നെക്ടർ നിന്നാണ് ആ പോളിനേറ്റർ ജീവിക്കുന്നത്. പിന്നെ പ്ലാന്റിന് ആ പോളിനേറ്റർ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കാരണം ആ പോളിനേറ്റർ ഉണ്ടെങ്കിൽ പ്ലാന്റിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ പ്ലാന്റ് നിലനിൽക്കുള്ളൂ. അങ്ങനെ രണ്ടുപേർക്കും ഒരു മ്യൂച്വൽ ആയിട്ടുള്ള എക്സ്റ്റിങ്ഷൻ എന്താണ്, മ്യൂച്വലിസം അവിടെ വരണം. അപ്പം മാത്രമാണ് അവർക്ക് അങ്ങനെ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. ഒരാളില്ലെങ്കിൽ മറ്റാൾ ഉണ്ടാവില്ല. അപ്പൊ ഒരാളെ എക്സ്റ്റിങ്ക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, മറ്റാളും എക്സ്റ്റിങ്ക്ട് ചെയ്ത് പോവുക. നമ്മുടെ ഡോഡോ ബേർഡ്സിന്റെയും ഡോഡോ ട്രീയുടെയും കാര്യം പറഞ്ഞ പോലെ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. ഡോഡോ ബേർഡ്സിന്റെ ട്രീയുടെയും കാര്യമൊക്കെ നോക്കി വയ്ക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിലില്ലാത്ത ഒരു കാര്യമാണ് മാക്സിമം വയാബിൾ ഏരിയ, മിനിമം വയാബിൾ പോപ്പുലേഷൻ. പോപ്പുലേഷൻ നല്ലോണം കുറഞ്ഞാലും പോപ്പുലേഷൻ സൈസ് നല്ലോണം കൂടിയാലും എന്താണ് പ്രശ്നമാണ്. പോപ്പുലേഷൻ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അറിയാം, റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, അല്ല പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല, ലോ റീപ്രൊഡ്യൂസ് ആവും, പിന്നെ ലോ ജനറ്റിക് വേരിയബിലിറ്റി ആവും, പിന്നെ ലോ അഡാപ്റ്റബിലിറ്റി ആവും, ലോ സർവൈവൽ വാല്യൂ ഒക്കെ നമുക്ക് കുറയും. എന്താണ് ലോ ഓഫ് പോപ്പുലേഷൻ ലോ ചെയ്യുകയാണെങ്കിൽ പോപ്പുലേഷൻ സൈസ്. ഇനി പോപ്പുലേഷൻ സൈസ് കൂടുകയാണെങ്കിലും പ്രശ്നമാണ്. കാരണം റിസോഴ്സ് കോമ്പറ്റീഷൻ വരും, അതുപോലെ തന്നെ ഇൻബ്രീഡിങ് ഡിസ്പേർഷൻ ചാൻസ് വരും, പിന്നെ ലോ ജനറ്റിക് വേരിയബിലിറ്റി, അഡാപ്റ്റബിലിറ്റി, ഫിറ്റ്നസ് ഒക്കെ കൂടും. അങ്ങനെ നമുക്ക് കൂടുതലായാലും നമുക്ക് പോപ്പുലേഷൻ കൂടുതലായാലും നമ്മുടെ ഈ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കാരണമാവും. അതാണ് പറയുന്നത്. അപ്പം ഇത്രയുള്ള ഇതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ഡൊമിനോ ഇഫക്റ്റ്, ആ ഡോഡോ ട്രീയുടെയും ഡോഡോ ബേർഡിന്റെയും ഒരിത് നോക്കാം. ഓക്കെ. അപ്പൊ ഇത്രയുള്ളൂ. താങ്ക് യു.